ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്കിടയിൽ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി CPEC തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇത് തടസ്സപ്പെടുത്തിയത് ഇന്ത്യയല്ല, മറിച്ച് പാകിസ്ഥാനിലെ തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ്. ഇനി ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ പാർശ്വവൽക്കരണവും സാമ്പത്തിക ചൂഷണവും ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം തേടുന്ന ഒരു വിഘടനവാദ സംഘടനയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അഥവാ BLA. പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ സുരക്ഷാ സേനയെയും അടിസ്ഥാന സൗകര്യ പദ്ധതികളെയും ലക്ഷ്യമിട്ട് പ്രത്യേകിച്ച് CPEC പോലുള്ള വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ടവയെ ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരികയാണ് ഇവർ. ഈ മെയ് മാസം തുടക്കം മുതൽ ഇവരുടെ ഓപ്പറേഷൻ ഹെറോഫ് എന്ന ഏകോപന ആക്രമണ പദ്ധതി നടപ്പാക്കി വരുന്നതിനിടയിലാണ് പഹൽഗാം ആക്രമണവും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളും ഉടലെടുക്കുന്നത്. ഇതിനോടകം ബലൂചിസ്ഥാനിലെ 51 പ്രദേശങ്ങളിലായി 71-ലധികം ആക്രമണങ്ങളാണ് ഇവർ പാകിസ്ഥാൻ സേനയ്ക്ക് നേരെ നടത്തിയത്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിലെ പ്രധാന ഭാഗങ്ങളിലുണ്ടായ ആക്രമണങ്ങളും ഉപരോധങ്ങളും അഫ്ഗാനിസ്ഥാൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് നീക്കം ഏതാണ്ട് മുഴുവനായും തടസ്സപ്പെട്ടു. 800-ൽ പരം കണ്ടെയ്നറുകളിലായി കൊണ്ടുപോകുകയായിരുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇതോടെ നശിച്ചു. കൂടാതെ LPGയുടെ നീക്കവും തടസ്സപ്പെട്ടു. ഇത് പാകിസ്ഥാനും ചൈനയ്ക്കും ഉണ്ടാക്കിയ നഷ്ടം ചില്ലറയല്ല.